നമസ്കാരം. ടി.പി. ശ്രീനിവാസനെ തല്ലിയ കൈകൊണ്ട് സ്വകാര്യ സർവകലാശാലയ്ക്ക് CPM തുല്യം ചാർത്തുകയാണ്. ആ തല്ലിന്റെ കൂലി കാലം CPMൽ നിന്നും ഈടാക്കുന്ന ചരിത്ര മുഹൂർത്തം. TPSനോട് മാപ്പ് പറയേണ്ട എന്ത് കാര്യം എന്നാണ് മന്ത്രി ബിന്ദുവിന്റെ ചോദ്യം. ആ കാലഘട്ടത്തിൽ എടുക്കേണ്ട നിലപാട് ആ കാലഘട്ടത്തിൽ എടുത്തു എന്നാണ് മറുപടി. അത് ശരിയെന്ന് സമ്മതിച്ചെന്ന് വെക്കുക. അപ്പോഴാണ് കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള ചോദ്യം ഉയരുന്നത്. അതിനും അതേ മറുപടി. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കൈക്കൊണ്ട ഒരു നയത്തിന് ഇന്നത്തെ സാഹചര്യത്തിനനുസൃതമായ മാറ്റം വരുത്തേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നായിരുന്നു ബിന്ദു ടീച്ചറിന്റെ ആ മറുപടി. അത് കേൾക്കാൻ പുഷ്പൻ ഇരുന്നില്ല. പക്ഷേ പുഷ്പൻ വിടവാങ്ങിയതിന്റെ ചൂടാറിയിട്ടുമില്ല. അടി കൊടുക്കാൻ മൂർത്തമായ ഒരു സാഹചര്യം, രക്തസാക്ഷിയാക്കാൻ അല്ല കൊലയ്ക്ക് കൊടുക്കാൻ മൂർത്തമായ മറ്റൊരു സാഹചര്യം. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? മൂർത്തമായ സാഹചര്യത്തിലെ മൂർത്തമായ നിലപാടെന്ന് കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന മുടന്തൻ ന്യായം പറഞ്ഞ് CPMനും പിണറായി സർക്കാരിനും പുഷ്പനെയും TPSനെയും മറികടക്കാൻ കഴിയുമോ? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. തല്ലിയ കൈ തളർന്നോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPMൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് രാജു P. നായർ, ASFന്റെ പ്രതിനിധി അസ്ലം ഷാ, സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പ്രതിനിധി ഷാജർ ഖാൻ, അക്കാദമിക് വിദഗ്ധൻ ദാമോദർ പ്രസാദ് എന്നിവരാണ് സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ രാജു P. നായർ, ഇന്നിപ്പോൾ ഈ TPSന്റെയും കൂത്തുപറമ്പിന്റെയും ഒക്കെ ചോദ്യങ്ങൾ അഭിമുഖീകരിച്ച് മന്ത്രി R. ബിന്ദു നൽകിയ പ്രതികരണത്തോടുള്ള താങ്കളുടെ സമീപനം എന്താണ്? വേണു, നമുക്ക് മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. അവർ പറഞ്ഞത് ഇത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ യാഥാർത്ഥ്യമായി കാലാനുസൃതമായി പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വകാര്യ സർവകലാശാലയുമായി മുന്നോട്ട് പോയേ പറ്റൂ. രാജ്യത്തെ മറ്റിടങ്ങളിൽ നിന്ന് കേരളത്തിന് മാറ്റി നിൽക്കാൻ കഴിയില്ല. സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാതിരിക്കുന്നത് മത്സരാധിഷ്ഠിത ലോകത്ത് ഒറ്റപ്പെട്ടു പോകാൻ കാരണമാകും. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയതാരാ? ഇന്നിപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നല്ലേ പറയുന്നത്. ആരാണ് ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കിയത്? ഈ നാട്ടിൽ എല്ലാ നയങ്ങൾക്കും പുരോഗമനപരമായിട്ടോ അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വേണ്ടിയോ കാലാനുസൃതമായോ ഉണ്ടായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ മുഴുവൻ തടസ്സപ്പെടുത്തിയ ഈ പ്രസ്ഥാനമല്ലേ കേരളം ഇന്ന് പിടിച്ചു നിൽക്കേണ്ട ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതിന് ഉത്തരവാദി? എന്തൊക്കെയായിരുന്നു നോക്കൂ. 80കളിലാണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നമ്മുടെ കോളേജുകളിൽ നിന്ന് ഈ പ്രീ ഡിഗ്രി അടർത്തി മാറ്റി സ്കൂളുകളിലേക്ക് മാറ്റുന്ന ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടാക്കിയത്. എന്തൊക്കെ സമരം ഇവരിവിടെ നടത്തി ഓർമ്മയില്ലേ? അവിടെ ഈ മാർക്ക് ഷീറ്റുകൾ വരെ എടുത്തിട്ട് കത്തിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാക്കി ഇല്ലേ? അതിനുശേഷം K. കരുണാകരൻ 82-87 കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി ബോർഡ് രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്തൊക്കെ സമരം ഉണ്ടാക്കി? അവസാനം 96-ൽ വന്ന EK നായനാർ മന്ത്രിസഭ ആ പ്രീ ഡിഗ്രി ബോർഡ് നടപ്പിലാക്കിയില്ലേ ഇല്ലേ? അതേപോലെ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് 82-87 മുതൽ ആ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിന് വേണ്ടിയിട്ട് കേരളം മാറ്റത്തിലേക്ക് പോയി. എന്ത് സമരമാണ് ഇവരുണ്ടാക്കിയത്? അവസാനം അത് നടപ്പിൽ വരുത്തിയപ്പോൾ സ്വാശ്രയ വിദ്യാഭ്യാസം ആൻ്റണിയുടെ കാലത്ത് നടപ്പിലാക്കിയോൾ എന്തൊക്കെ സമരം ഉണ്ടാക്കി? അതിന് പിന്നീട് തിരുത്തേണ്ടി വന്നത് ഇതേ സർക്കാർ CPMന് തന്നെയല്ലേ? ആ സ്വാശ്രയ സമരത്തിന് വേണ്ടിയിട്ട് വലിയ സമരം നടക്കുന്ന സമയത്താണ് അന്നത്തെ സമരത്തിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനിയായ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്ക് അമൃത എഞ്ചിനീയറിംഗ് കോളേജ് കോയമ്പത്തൂർ അഡ്മിഷൻ പോലും കിട്ടിയത് ഇല്ലേ? അപ്പോൾ സാധാരണ മനുഷ്യർക്ക്, ജനങ്ങൾക്ക്, കുട്ടികൾക്ക് ഈ അവകാശങ്ങളെ മുഴുവൻ നിഷേധിച്ച് ഞാൻ CPIയെ പോലും മാറ്റി നിർത്തുന്നില്ല. വ്യക്തിപരമായിട്ടാണ് പറയുന്നത് എന്ന് എനിക്കറിയാം. പക്ഷെ അത് പറയാതെ ഈ വിഷയം ചർച്ച ചെയ്ത് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് പറഞ്ഞത്. പിണറായി വിജയൻ്റെ മക്കൾക്കും ബിനോയ് വിശ്വത്തിൻ്റെ മക്കൾക്കും ഉൾപ്പെടെ ഈ പാവപ്പെട്ട മനുഷ്യരെ അവരുടെ ജീവൻ പോലും കുരുതി കൊടുത്തുകൊണ്ട് സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ സമരത്തിലേക്ക് തള്ളിയിട്ടിട്ട് തങ്ങളുടെ മക്കളെ സുരക്ഷിതമാക്കിയ ഇരട്ടത്താപ്പ് ഈ പ്രസ്ഥാനവും ഈ നേതാക്കന്മാരും കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തെ മത്സര രംഗത്ത് ഒറ്റപ്പെടാനും
അതുപോലെ തന്നെ പിന്നോട്ടടിക്കാനും അതുപോലെ തന്നെ ഉപയോഗിച്ച വാക്കെന്താ പിടിച്ചു നിൽക്കാനും കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയതിന്റെ ഉത്തരവാദിത്വം ഇവർക്കല്ലേ? പക്ഷേ ശ്രീ രാജു നായർ, ഒരു സെക്കൻഡ്, ഈ ഒറ്റപ്പെടാനും ഈ പിന്നിലേക്ക് പോകുന്ന സാഹചര്യം എന്നൊക്കെ താങ്കൾ മന്ത്രിയുടെ വാക്കുകളെ തന്നെ ഉദ്ധരിക്കുമ്പോൾ അങ്ങ് സൗകര്യപൂർവ്വം ഒഴിവാക്കുന്ന ഒരു വാചകമുണ്ട്. നമ്മൾ ആഗോളവൽക്കരണത്തിന്റെ 3.5 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനോടുള്ളൊരു പ്രതിരോധമായിരുന്നു, ആ രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിരുന്നു അതെല്ലാം. ഞാൻ ചോദിക്കട്ടെ, ആഗോളവൽക്കരണത്തിന്റെയും കമ്പ്യൂട്ടർ ഇവരെടുത്ത നയങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ ഗുണഭോക്താക്കളായിട്ട് പിന്നെ ആരാ മാറിയത്? നവലിബറൽ സംവിധാനത്തിനെതിരെയും ആഗോളവൽക്കരണത്തിൻ്റെയും നയങ്ങൾക്കെതിരെ നമ്മൾ അന്നൊക്കെ ഈ ട്രോളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പലപ്പോഴും വാർത്തകളിലും വാർത്താ സമ്മേളനങ്ങളും പറഞ്ഞിരുന്നതല്ലേ ഈ നേതാക്കന്മാരായിരുന്നേ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു. കേരളത്തിലെ ഒരുപക്ഷെ പൂർണ്ണമായി കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനം AKG സെന്റർ ആയിരുന്നിരിക്കും ഇല്ലേ? സാധാരണ മനുഷ്യർക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കമ്മ്യൂണിസം പിടിച്ചു നിൽക്കണമെങ്കിൽ സമൂഹത്തിൽ ദാരിദ്ര്യം വേണം എന്ന് പറയും. ആ കമ്മ്യൂണിസം ദാരിദ്ര്യമുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കൂ എന്നുള്ള സിദ്ധാന്തം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയും സ്വയം അതിൻ്റെ എല്ലാത്തിൻ്റെയും സൗകര്യം നുകർന്നവർ കൂടിയാണ് ഇവർ. അതാണ് കാലം തെളിയിക്കുന്നത്. അന്താരാഷ്ട്ര ബ്രാൻഡുകൾ വന്നപ്പോൾ കാറുകൾ മുതൽ ഇങ്ങോട്ടേക്കുള്ള ഷൂസുകൾ മുഴുവൻ ഉപയോഗിക്കുന്നവർ കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ CPM-കാരായിട്ടല്ലേ മാറിയത്. അപ്പോൾ എന്താണ് ഇവരുടെ നയം? ഈ പറയുന്ന എന്തിനേയും എതിർക്കുക എന്നുള്ളതിനപ്പുറം മറ്റൊന്നുമില്ല. ഈ രാജ്യത്ത് ഞാൻ പറയുന്നു വേണു, ഈ രാജ്യത്ത് കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് ഇത്തരം പ്രതിലോമകരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വിദ്യാഭ്യാസ നയത്തിനുൾപ്പെടെ എടുത്തിരുന്ന നിലപാടാണ് ഇന്ന് കേരളത്തെ ഈ ബ്രെയിൻ ഡ്രെയിനിലേക്ക് എത്തിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന 35 വർഷങ്ങൾക്ക് മുമ്പ് CPM ഈ രാജ്യത്തിന് മറ്റുള്ള ഈ പറയുന്ന മത്സരത്തിൽ പങ്കാളിയാവാൻ ഈ നാടിനെ അനുവദിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ ഉണ്ടാവുമായിരുന്നു. ഏറ്റവും വലിയ വേണു 30 സെക്കൻഡ് തീർക്കാം. 30 സെക്കൻഡ്. അങ്ങനെ ഈ നാട്ടിലൊരു നോളജ് ഹബ്ബായിട്ട് കേരളത്തെ നിലനിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന മുഴുവൻ ഇന്റർനെറ്റ് എക്സ്പ്ലോഷന്റെ ഇല്ലെങ്കിൽ IT സെക്ടറിന്റെ മുഴുവൻ സാധ്യതകളും കേരളത്തിൽ വരുമായിരുന്നു. കാരണം ഇവിടെയായിരുന്നു ബ്രെയിൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ബ്രെയിൻ നോളജ് ഇവിടെ നോളജ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ അത് മുഴുവൻ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും പുറം രാജ്യങ്ങളിലേക്കും തള്ളിവിട്ടതാണ് ഇന്ന് ഈ സംസ്ഥാനം വൃദ്ധന്മാരുടെ സംസ്ഥാനമായി. ശരി രാജു, ശരി ഞാനങ്ങലേക്ക് വരാം. ശ്രീ ദാമോദർ പ്രസാദ്, ഇവിടെ ഇപ്പോ ഒരു സെക്കൻഡ് ശ്രീ രാജു, ഞാനങ്ങലേക്ക് വരാം. ശ്രീ ദാമോദർ പ്രസാദ്, ഇവിടെ ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ മേഖല, ആ മേഖലയ്ക്ക് 1ാം പിണറായി സർക്കാർ ഊന്നൽ നൽകുകയുണ്ടായി അല്ലേ? വിവിധ മേഖലകൾ തിരിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു ഈ പൊതുവിദ്യാഭ്യാസം. ആ മേഖലയെ ശാക്തീകരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ 2ാം സർക്കാരിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കാം, പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു ഊന്നൽ കൊടുത്ത് അതിൻ്റെ അടുത്ത ഘട്ടമായി ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റുക എന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ പറയുന്ന സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. അത് തന്നെ കൃത്യമായ മെറിറ്റോടെയും സാമൂഹ്യ നിയന്ത്രണത്തോടെയും ആയിരിക്കും എന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഒരു വലതു വ്യതിയാനം, അല്ലെങ്കിൽ എന്താണോ ഉമ്മൻചാണ്ടി സർക്കാരും അല്ലെങ്കിൽ മുൻ UDF സർക്കാരുകളും സാഹസത്തോടെ ചെയ്യാൻ മുതിർന്നത്, അതെല്ലാം ഇപ്പോൾ വൈകി വന്ന വിവേകം എന്ന നിലയിൽ ഇപ്പോൾ ഇവരത് ചെയ്യാൻ കാലതാമസം എടുത്തുകൊണ്ട് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി നാം പിന്നോട്ടടിക്കപ്പെട്ടു. അങ്ങനെയാണോ അങ്ങ് കാണുന്നത്? അതല്ല, ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ കാര്യമുണ്ട്. ഒരു വസ്തുത വെച്ചിട്ടുണ്ടെങ്കിൽ CPM-ന് ഒരു ധാരണയുണ്ട്. CPM പരിഭാഗമായി കഴിഞ്ഞാൽ മാത്രമേ കേരളം പരിഭാഗമാവുള്ളൂ. ഒരു ധാരണയുണ്ട്. കേരള ജനങ്ങൾ പരിപക്വമായിരിക്കും പുതിയ കാര്യങ്ങൾ നേരിടാക്കാൻ. പക്ഷേ CPM-ന് പുതിയൊരു ധാരണയുണ്ട്. ഞങ്ങൾ പരിപക്വമായി ആയിക്കഴിഞ്ഞാൽ മാത്രമേ കേരളം പരിപക്വമാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് മനസ്സിലാവുമ്പോൾ മാത്രം കേരളത്തിന് മതി. ഇപ്പോൾ സ്വാശ്രയ കോളേജ് വരാൻ വൈകിയതും സ്വകാര്യ സർവകലാശാല പല സ്ഥലങ്ങളിലും വന്നു. അതിൻ്റെ പ്രതിരോധം ഉയർത്തി. കാര്യകാരണം ഇന്ന് നമ്മൾ CPM-ന്റെ വെബ്സൈറ്റ് നോക്കിയാൽ കാര്യകാരണ സഹിതം പ്രതിരോധമുണ്ട്. ആ പ്രതിരോധത്തിന് പറയുന്ന കാര്യങ്ങൾ ഇന്നും റെലവൻ്റാണ്. പക്ഷേ എന്തുകൊണ്ട് മാറുന്നു? ഇന്ന് നമ്മൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗവൺമെൻറ്റിന് സ്വകാര്യ സർവകലാശാല നടപ്പാക്കാതിരിക്കാൻ പറ്റുന്ന സ്ഥിതിയിലാണ് അവർ മാറുന്നത്. അത് വലതോ ഇടന്നുള്ള പ്രശ്നമല്ല, സ്വകാര്യ സർവകലാശാല യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ ഇന്ന് പുതിയ കാര്യം. പക്ഷേ അത് അങ്ങനെ ചെയ്യുമ്പോൾ കാര്യം ചോദിച്ചോട്ടെ, ഈ സ്വകാര്യ സർവകലാശാലകൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും.
ആ സ്വഭാവത്തിൽ കേരളത്തിൽ അത് വരുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, അവിടെയാണ് പ്രശ്നം. അതിനെക്കുറിച്ചൊരു വ്യക്തത ഇപ്പോഴും നാളെ ബില്ല് ചർച്ച അല്ല, ഞാൻ ചെയ്യുമ്പോൾ ചോദിക്കുന്നത് നാളിതുവരെയുള്ള നമ്മുടെ അനുഭവം, ഈ സ്വകാര്യ സർവകലാശാല അവിടെ നിൽക്കട്ടെ, നാളിതുവരെയുള്ള നമ്മുടെ അനുഭവം എന്ന് വെച്ചാൽ ഈ ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ CPM പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഭരണപക്ഷത്തായിരിക്കുമ്പോഴും ഉയർത്തിയിട്ടുള്ളൊരു പ്രതിരോധമുണ്ട്. ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായി നാം അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ കേരളത്തിന് പുറത്ത് സമാനമായ അവസ്ഥയിൽ ആ ജനത നേരിടുന്ന അതേ രൂപത്തിലുള്ളതാണോ അല്ലയോ? അല്ല, വ്യത്യാസം ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ സ്വകാര്യ സർവകലാശാല എവിടെ വന്നാലും ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ സ്വകാര്യ സർവകലാശാലയിൽ പോയി ചെന്നൈയിൽ പോകുന്നു. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ശ്രീ ദാമോദർ, ഇവിടെ നമുക്ക് വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിച്ചിട്ടുണ്ടോ? നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന അംബാനി ചെയ്തതുപോലെ, ഈ ഡൽഹിയിൽ ചെയ്തതുപോലെ, റിലയൻസ് ചെയ്തതുപോലെ കേരളത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഒരുപക്ഷെ ഇതിൻ്റെ പ്രശ്നം നമ്മൾ അങ്ങനെ താരതമ്യം ചെയ്യുന്ന കാര്യമില്ല. കാരണം ഇടതുപക്ഷം നയമുണ്ടല്ലോ, ആ ഇടതുപക്ഷം നയത്തിന് അനുസൃതമല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് ഡിബേറ്റിംഗ് പോയിന്റ് ആവുന്നത്. വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന പൊതുവിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ഊന്നലുണ്ട്. അതിൻ്റെ അകത്ത് സ്വകാര്യ സർവകലാശാല സ്വാശ്രയം വന്നാലുണ്ടാവുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ട്, അസമത്വം സൃഷ്ടിക്കുന്നതും അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചർച്ചയാണ് ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്, എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്. പക്ഷേ അത് സ്വകാര്യ സർവകലാശാല, ഞാൻ ചോദിക്കുന്നത് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റ് പല സംസ്ഥാനങ്ങളിലും ഒരുതരം ചൂഷണ സ്വഭാവത്തോടെ പ്രവർത്തിച്ച സംവിധാനങ്ങൾ നാം തടഞ്ഞു നിർത്തി, പിന്നെ അത് വന്നപ്പോൾ നിയന്ത്രണങ്ങളോടെ എങ്ങനെ പൊതു സംവിധാനത്തിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അത് പ്രവർത്തിക്കുന്ന രൂപത്തിലല്ലേ നാം അനുഭവിക്കുന്നത്? കാര്യം കാണേണ്ടത് കേരളത്തിൽ മാറി മാറി വന്ന സംഘം, ഇപ്പോൾ കോൺഗ്രസ് UDF സർക്കാർ നമ്മൾ ന്യായീകരിക്കുക, UDF സർക്കാരും ഈ രീതിയിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് കടന്നിട്ടില്ല. ഇല്ല, ശരിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ദാമോദർ, ഇപ്പോൾ ഈ പറയുന്ന സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ആന്റണി സർക്കാർ പരിഷ്കാരം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്താണ്? അങ്ങനെയാണ് അതിന്റെ സ്വീകാര്യത കിട്ടുന്നത് തന്നെ. 2 സ്വാശ്രയ കോളേജുകൾ സമം ഒരു സർക്കാർ കോളേജ് എന്നുള്ളത്. അപ്പോൾ ആ പൊതുമേഖല, പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മൂല്യം ഇവിടെ ഉറപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവതരിപ്പിക്കുന്നത് തന്നെ. എന്നാൽ പിന്നീട് ഇതേ ആന്റണി തന്നെ വിലപിക്കുകയുണ്ടായി, അവരെന്നെ പറഞ്ഞു പറ്റിച്ചു എന്ന്, അല്ലേ? അപ്പോൾ അവരെ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് നിയമയുദ്ധങ്ങളിലൂടെയും രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെയും അതിനെ ഈ പറയുന്ന മെറിറ്റ്, സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന സംവിധാനമാക്കി മാറ്റുന്നതിൽ വലിയൊരു റോള് CPM വഹിച്ചിട്ടില്ലേ? അല്ല, അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന കാര്യം 2006-2015 സർക്കാരിന്, ഒരു ഇടതുപക്ഷ സർക്കാരിന്, VS സർക്കാരിന് പോളിസി അന്നത്തെ വിദ്യാഭ്യാസം നമുക്ക് MAV അറിയാം, സ്വാശ്രയ കോളേജ് നടത്തിയ ഫൈറ്റ്, വ്യക്തികളെ നടത്തിയ ഫൈറ്റും മാത്രമല്ല നിയന്ത്രിക്കാൻ ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് പിന്നെ കോഴ്ചപ്പെട്ടു, സുപ്രീം കോടതി വിളിച്ചറിഞ്ഞുള്ള യാഥാർത്ഥ്യം. പക്ഷേ അതിന് ശ്രമം നടത്തിയിട്ടുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. ആ ശ്രമം നടത്തുമ്പോഴും പ്രധാനപ്പെട്ട കാര്യം വേണു തന്നെയാണ്. സ്വകാര്യ സർവകലാശാലയെക്കുറിച്ച് ഡിബേറ്റ് കൂടി ഉണ്ടായിരുന്നു, അത് തുടങ്ങാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, ആ യാത്ര നിലനിന്നിരുന്നു. ഈ വൈകി എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ മൂർത്തമായ സാഹചര്യം എങ്ങനെയാണ് ആവിർഭവിച്ചത്? ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോയി എന്നുള്ളതിൽ വലിയ തെറ്റുപറ്റിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, പൊതുവിദ്യാഭ്യാസ മേഖലയെ ആദ്യം ശക്തിപ്പെടുത്തുക, അത് കഴിഞ്ഞതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുക, അതിനുശേഷം ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നാം മാറുന്നതിൻ്റെ ഘട്ടം വരുമ്പോൾ പുതിയ സാഹചര്യങ്ങളുമായി അനുരോധമായ നിലപാടുകളിലേക്ക് മാറുക. ഇത് നാം ക്രമപ്രവൃത്തമായി കാണുന്നതല്ലേ ഈ സർക്കാർ? ക്രമപ്രവൃത്തമാണെങ്കിൽ നമുക്കാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാണുന്ന കാര്യം തീർച്ചയായിട്ടും ഇങ്ങനെ പൊതു സർവകലാശാലകൾ നേരിടുന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ അവരൊക്കെ ഇതിന് കോമ്പറ്റീറ്റീവ് ആക്കി കഴിഞ്ഞു എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ പഴയ തോതിൽ വലിയ ഫണ്ടൊന്നും പൊതു സർവകലാശാലകൾ കിട്ടുന്നില്ല. കിട്ടുന്ന റൂസ പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ്, കിഫ്ബി ഫണ്ടാണ് വരുന്നത്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ പൊതു സർവകലാശാല അത്രമാത്രം കോമ്പറ്റീറ്റീവ് ആയോ? പുതിയ കോഴ്സ് തുടങ്ങാൻ പ്രാപ്തമായി? ഒരുപാട് ബ്യൂറോക്രാറ്റിക് ഹഡിൽസിന് മാത്രമല്ല നിങ്ങൾക്കറിയാം, രാഷ്ട്രീയക്കാരിൽ നിയന്ത്രണം അതിൻ്റെ അകത്തുണ്ട്. പ്രത്യേകിച്ച് ഓട്ടോണമിയും നമ്മുടെ പൊതു സർവകലാശാലകൾക്ക് സർക്കാർ കൊടുത്തിട്ടില്ല. സർക്കാരിൻ്റെ നിയന്ത്രണം പരിപൂർണ്ണമാണെന്ന് ബില്ല് പാസ്സാക്കി ഇപ്പോൾ പ്രസിഡന്റ് അസന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല നമ്മുടെ യൂണിവേഴ്സിറ്റികളെ ശാക്തീകരിച്ച ശേഷം എടുത്ത നടപടിയൊന്നുമല്ല. ഇതൊരു യാഥാർത്ഥ്യം. പുതിയ ജെയിൻ സർവകലാശാല തുടങ്ങിയ പല സർവകലാശാലയും കേരളത്തിൽ ഓഫ് ക്യാമ്പസ് തുടങ്ങി. അങ്ങനെ പ്രപ്പോസൽ സർക്കാരിന് മുമ്പിലുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി എറണാകുളത്തുള്ള സമയത്ത് മുഖ്യമന്ത്രി തന്നെയാണ് അവതരിപ്പിച്ചത് സ്വകാര്യ സർവകലാശാല. അപ്പോൾ അങ്ങനെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടുണ്ടായതല്ല ഇത്. ഈ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അംഗീകരിച്ചു കാര്യം. ഇത് ഇനി സ്വകാര്യ സർവകലാശാല ഇല്ലാതെ മുന്നോട്ട് പോകില്ല. പക്ഷേ വേണു പറയുന്ന പോയിൻ്റാണ് എന്നെ സ്ട്രെസ് ചെയ്യുന്നത്. ഈ സ്വകാര്യ സർവകലാശാല തുറന്നു കൊടുക്കുമ്പോൾ പൊതു സർവകലാശാലകൾക്ക് അങ്ങനെ ശാക്തീകരിക്കപ്പെടാൻ പറ്റും? അവരുടെ മറ്റു തരത്തിലുള്ള അവർക്ക് പുതിയ കോഴ്സുകളുള്ള സാഹചര്യം ഉണ്ടോ? അവർക്ക് അടിസ്ഥാന സൗകര്യ വികസനം നടത്താൻ പറ്റുമോ? അവർക്ക് ഓട്ടോണമി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും കാര്യമായിട്ടുള്ള ശ്യാമേനോൻ കമ്മീഷണർ റിപ്പോർട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അതിലേക്കൊന്നും നമ്മൾ പോകുന്ന കാര്യം കണ്ടില്ല. മറിച്ച് നമ്മൾ കണ്ടത് ഒരു പുതിയ ബില്ല്, വൈസ് ചാൻസലർ അപ്പോയിൻമെൻറ്റായി ബന്ധപ്പെട്ട് പുതിയ ബില്ല് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് വളരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ശേഷം ഒരു പുതിയ സ്റ്റെപ്പ് വെക്കില്ല ചെയ്ത്. ഇങ്ങനെ സ്വകാര്യ സർവകലാശാല യാഥാർത്ഥ്യം മറ്റു പല സംസ്ഥാനങ്ങൾ വന്നു. ഇവിടെയും പ്രപ്പോസൽ കാര്യം വന്നിട്ട് അവർ പലതരത്തിലുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ടുണ്ട്. ജെയിൻ സർവകലാശാല നമുക്കറിയാം. ആ നിലയിൽ വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഈ പൊതു സർവകലാശാല ശക്തിപ്പെടുത്തിയ ശേഷം എടുത്ത സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശരി, ശ്രീ KS അരുൺകുമാർ ഈ ചർച്ചയുടെ ഭാഗമായി എന്നാണ് ഞാൻ കരുതുന്നത്. അരുൺ, കേൾക്കാമല്ലോ അങ്ങേക്ക്? കേൾക്കാം. അരുൺ, ഇവിടെ ഏറ്റവും ശക്തമായി ഉയരുന്നത് അങ്ങ് കേട്ടതാണല്ലോ, ഈ ചർച്ചകളിൽ നേരത്തെ അങ്ങ് തൊട്ടു മുമ്പ് ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നല്ലോ. ഉയർന്നു വരുന്ന വിമർശനം എന്ന് പറയുന്നത്
നിങ്ങൾ ഈ കൂത്തുപറമ്പിനെ മറക്കുന്നു, നിങ്ങൾ TPS-നെ തല്ലിയത് മറക്കുന്നു, നിങ്ങളൊരു വലിയ വലത് നയവ്യതിയാനത്തിലേക്ക് പോകുന്നു എന്നാണ് അതിനുള്ള മറുപടി. ഇവിടെ ഇപ്പോൾ കേന്ദ്ര നിയമമാണ് സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് 2003 നടപ്പാക്കപ്പെട്ടത്. ഇപ്പോൾ കേരളവും ഗോവയും ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ വന്നു. ഇപ്പോൾ സംസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമം നിർമ്മിക്കുകയോ അതുകൊണ്ട് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തില്ലെങ്കിൽ കേന്ദ്ര നിയമം എല്ലാ സംസ്ഥാനങ്ങൾക്കും ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഇവിടെ അവസാനമായി പറഞ്ഞ ജെയിൻ ടു ബി യൂണിവേഴ്സിറ്റിയാണ്, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ അമൃത ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ഇതെല്ലാം സ്വകാര്യ യൂണിവേഴ്സിറ്റിയാണ്. ഒരു തരത്തിലും സാമൂഹ്യ നിയന്ത്രണമോ ഗവൺമെന്റിന് ഇടപെടലോ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിന് മറുപടി പോലും ഇവർ തരാറില്ല. അപ്പോൾ ഇതെല്ലാം കേന്ദ്ര നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ്. സംസ്ഥാനം ഒരു നിയമം നിർമ്മിക്കുകയോ മാനദണ്ഡം നിർമ്മിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി വ്യാപകമാകും. അപ്പോൾ ഗവൺമെന്റിന്റെ പോളിസി നിലവിലുള്ള സർവകലാശാലകളെ എല്ലാം ശക്തിപ്പെടുത്തുക, നല്ല തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം അവർക്ക് കൊടുക്കുക, അതോടൊപ്പം മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുക. കേരളത്തിലെ സർവകലാശാലകളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതോടൊപ്പം തന്നെ സ്വകാര്യ സർവകലാശാല കൊണ്ടുവരാനുള്ള കേന്ദ്ര നയത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തും നിയമം നിർമ്മിക്കുക. അപ്പോൾ നല്ല ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള സാഹചര്യം ഒരുക്കുക, ലോകത്തുള്ള എവിടെയുള്ള വിദ്യാഭ്യാസവും കേരളത്തിൽ ഉറപ്പുവരുത്തുക എന്ന നയം. പക്ഷേ അരുൺ, ഇതിലെ ഒരു കാതലായി ഉയർന്ന ചോദ്യം, TPS ഉന്നയിച്ച ചോദ്യം ഇതാണ്: 20 വർഷം മുൻപ് ഈ കാര്യങ്ങൾ നടപ്പാക്കുമായിരുന്നു. 20 വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്ത് ഇങ്ങനെ ഒരു ആലോചന വന്ന ഘട്ടത്തിൽ ഈ പറയുന്ന സ്വകാര്യ സർവകലാശാലകൾ ഡൽഹി അടക്കം വിവിധ സ്ഥലങ്ങളിൽ ശക്തമായി വരികയും നല്ല മത്സരാധിഷ്ഠിതമായി ഈ പറയുന്ന മികവുള്ള കേന്ദ്രങ്ങളായി മാറുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് 20 കൊല്ലത്തിന് ശേഷം നാം ഇനി മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഏറ്റവും പിന്നിൽ നിന്ന് ഒന്നാമതാകാനാണോ ഉദ്ദേശിച്ചത്? അല്ല, അതിലൊരു പ്രശ്നം UDF-ന്റെ കാലത്ത് സ്വകാര്യ സ്കൂളുകൾ അനുവദിക്കുന്നതും അൺഎയ്ഡഡ് മേഖലയിൽ സ്കൂൾ അനുവദിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടു. ആ സമയത്ത് നമ്മൾ എതിർക്കാൻ കാരണം എന്താ? പൊതുവിദ്യാലയങ്ങൾ ശക്തമല്ല. അങ്ങ് കോഴിക്കോട് നിന്നല്ലേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? കോഴിക്കോട് മലാപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. രാത്രി ഇരുട്ടിന്റെ മറവിൽ JCB ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ സ്കൂളുകൾ ഇടിച്ച് തകർത്ത് നമ്മൾ കണ്ടതാണ്. 4650 സ്കൂളുകളാണ് അൺഎക്കണോമിക് എന്ന് പറഞ്ഞ് UDF-ന്റെ കാലത്ത് അടച്ചുപൂട്ടിയത്. 20 രൂപ സ്കൂളിൽ ഫീസ് കൊടുക്കാൻ കഴിയാതെ അമ്പാടി എന്ന് പറയുന്ന കുട്ടി ആത്മഹത്യ ചെയ്തതും വേളാങ്കണ്ണി എന്ന കുട്ടി അമ്മയുടെ സാരിത്തുമ്പിൽ ജീവിതം അവസാനിപ്പിച്ചൊക്കെ നമ്മൾ കണ്ടു. പൊതുവിദ്യാലയത്തെ ദുർബലമാക്കി അൺഎയ്ഡഡ് മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന നയം അന്ന് സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ എതിർത്തു. ഞങ്ങളിപ്പോൾ പൊതുവിദ്യാലയത്തെ ശക്തിപ്പെടുത്തി, സ്കൂളുകളെല്ലാം ഹൈടെക്കായി മാറി. 10 ലക്ഷം കുട്ടികളാണ് ആദ്യത്തെ 5 വർഷം പൊതുവിദ്യാലയത്തിന്റെ ഭാഗമായി മാറിയത്. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് മികവിന്റെ കേന്ദ്രമാക്കി മാറ്റിയപ്പോൾ മറ്റു മേഖലകളിൽ പ്രോത്സാഹിപ്പിക്കുന്നു, മത്സരത്തിന്റെ സാഹചര്യം ഒരുക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ എന്താ? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ ഒന്നും നടക്കില്ലെന്നാ പറഞ്ഞ് ഇപ്പോൾ രാജ്യത്ത് പുറത്തുവിട്ട സർവകലാശാലകളുടെ മികവിന്റെ ലിസ്റ്റിൽ നമ്മുടെ 4 സർവകലാശാലകൾ ഇടം പിടിച്ചിരിക്കുന്നു. 200 കോളേജുകളുടെ ലിസ്റ്റ് UGC പുറത്തുവിട്ടപ്പോൾ ഭൂരിഭാഗം കോളേജുകളും കേരളത്തിലാണ്. കഴിഞ്ഞ ഒരു വർഷം MG യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തത് 65 ലോകരാജ്യങ്ങളിലെ കുട്ടികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, കൊച്ചു കേരളത്തിൽ 65 ലോകരാജ്യങ്ങളിലെ കുട്ടികൾ വന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മളും മികവിന്റെ കേന്ദ്രമായി മാറി. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഉന്നത നിലവാരത്തിലെത്തി. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സർക്കാർ കോളേജുകൾ എടുത്തപ്പോൾ അതിൽ 2ാം സ്ഥാനം എറണാകുളം മഹാരാജാസ് കോളേജിനാണ്. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് മേഖലയിൽ സ്വകാര്യ സർവകലാശാല വന്നാലും മത്സരം നടന്നാൽ നമ്മുടെ പൊതു സർവകലാശാലകളും ഗവൺമെന്റ് നിയന്ത്രണമുള്ള സർവകലാശാലകളും നേരിട്ടുള്ള സർവകലാശാലകളും എല്ലാം ഒന്നാമതെത്തുന്ന ഒരു സാഹചര്യം വരും. ഏതെങ്കിലും തരത്തിൽ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർത്തുകൊണ്ടല്ല LDF-ന്റെ നയം. പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തി, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തി, ലോക നിലവാരത്തിലേക്ക് ഉയർത്തി. അതോടൊപ്പം തന്നെ കേന്ദ്ര നയത്തിന്റെ ഭാഗമായി നമ്മൾ എത്ര മാറി നിന്നാലും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഇവിടെ വരും. ഡീംഡ് ടു യൂണിവേഴ്സിറ്റിക്ക് ഏത് തരത്തിലും പ്രവർത്തിക്കാം, അതിൽ സർക്കാരിന് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. ഇപ്പോൾ ഇന്നലെ വന്ന കരട് അങ്ങ് വായിച്ചു കാണും, നല്ല രൂപത്തിലുള്ള നിയന്ത്രണമുണ്ട്. ഗവൺമെന്റിന്റെ രാജു, ഇതാണ് ദാമോദരമായിട്ടുള്ള ഞാൻ ചോദിച്ച ചോദ്യങ്ങളും ഇപ്പോൾ അരുൺകുമാർ അത് വിശദീകരിക്കുണ്ടായി. വേഗം അങ്ങയുടെ മറുപടി. ഞാൻ വരാം അരുൺ, വേഗം അങ്ങയുടെ മറുപടി, എന്നിട്ട് എനിക്ക് മറ്റതിലേക്ക് പോകണം. വേണു, ഈ കള്ളങ്ങൾ പറഞ്ഞ് ഇന്നത്തെ നയവ്യതിയാനത്തിന് നിങ്ങൾ നയം വ്യതിയാനം നടത്തുന്നത് നല്ല കാര്യമാണ്, അതിനകത്ത് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. എന്താണ് പറഞ്ഞ കള്ളം പറയരുത്. നോക്കൂ, എന്താണ് പൊതുവിദ്യാഭ്യാസ രംഗത്തത്? കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ 64.5% ഉണ്ടായിരുന്ന എൻറോൾമെന്റ്, പുതിയ എൻറോൾമെന്റ് 44.5% ഇടിഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ 50,000 കുട്ടികൾ ഡ്രോപ്പ് ഔട്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും 1-2
സ്കൂളുകളുടെ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. കണക്കുകൾ അക്കാഡമിക് ഇയറിൽ വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ ഡ്രോപ്പ് ഔട്ടായി. ഒറ്റ കാര്യം ഞാൻ പറയാം. മിസ്റ്റർ രാജു, അങ്ങയുടെ അനുവാദത്തോടെ ഞാൻ ഇടപെടുകയല്ല. ഇവിടെ 12 വർഷം മുമ്പ് 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ എണ്ണം 6 ലക്ഷമാണ്. അതായത് ഇപ്പോ 1ാം ക്ലാസ്സിൽ ചേർന്ന് 3,80,000. അതായത് ജനസംഖ്യ കുറഞ്ഞു, കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. നമ്മുടെ ലോകസഭാ സീറ്റ് തന്നെ കുറയാൻ പോവുക, വടക്കേന്ത്യയിൽ കൂടും. ഇതെല്ലാം നമ്മൾ നടത്തിയ ജനസംഖ്യാ നിയന്ത്രണത്തിലുള്ള ഇടപെടൽ. ആ കണക്കെടുത്ത് ഇവിടെ വിശദീകരിച്ചിട്ട് കാര്യമുണ്ടോ? എല്ലാ വീട്ടിലും 2 കുട്ടികൾ എന്നുള്ള 1 കുട്ടികളായി മാറി. നമുക്കൊന്നെന്ന രൂപത്തിലേക്ക് മാറിയത് നമ്മുടെ ആസൂത്രണ പ്രക്രിയയുടെ വിജയമായിട്ട് കണ്ടാൽ മതി. അതിന് ഇതിലേക്ക് താരതമ്യപ്പെടുത്തണ്ട. എന്നെ ഇങ്ങനെ പരാജയപ്പെടുത്തരുത് നിങ്ങൾ. എന്നെ ദയവേത് നിങ്ങൾ ഇങ്ങനെ പരാജയപ്പെടുത്തരുത്. നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണ പ്രോഗ്രാമും ലോക്സഭാ സീറ്റും ഒക്കെ വെച്ചോണ്ട് അവിടെ നിൽക്ക്. ഇതിന് മുൻപുള്ള 2023-24 അക്കാഡമിക് അല്ലെങ്കിൽ 2022-23 അക്കാഡമിക്കൽ ഇയറിൽ നിന്ന് 64% നിന്ന് 44% പോയി എന്നുള്ളത് സർവേ ആണ്. ഇതിന്റെ നോക്കൂ, ആനുവൽ സ്റ്റാറ്റസ് ഫോർ എഡ്യൂക്കേഷൻ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പ്രകാരമാണ്. നിങ്ങൾ 10 വർഷം 15 വർഷത്തെ കേരളത്തിന്റെ ജനസംഖ്യ നിയന്ത്രണത്തിന്റെ ഒന്നും എടുത്തോണ്ട് വരരുത്. ശ്രീ രാജു, ഏത് സർവേ എന്നാണ് ചോദിക്കുന്നത്? പറയട്ടെ, അങ്ങ് പറഞ്ഞല്ലോ ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ 50,000 കുട്ടികൾ ആണ് ഡ്രോപ്പ് ആയിട്ടെങ്കിൽ ഏത് സർവേ? ശ്രീ രാജു, ഏത് സർവേ? 84,000 ആയിരുന്നു. എന്തോ ഏത് സർവേ ആണ് സാർ? ഏത് സർവേ? ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട്, എ നേഷൻ വേൾഡ് ഹൗസ് ഹോൾഡ് സർവേ നടത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ കണക്ക് ഉൾപ്പെടേണ്ടത്. ആരാണ് നടത്തിയിരിക്കുന്നത് സർവേ? ശ്രീ രാജു, ആര് നടത്തിയ സർവേ? അല്ല, ഇത് ഇപ്പോ ഉള്ളത് ഒരു NGO ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് നടത്തിയിരിക്കുന്ന സർവേ. ഇതിന് സംസ്ഥാനത്തിന്റെ റിപ്പോർട്ടുണ്ട്, പൊതുവിദ്യാഭ്യാസ മന്ത്രി വകുപ്പിന്റെ റിപ്പോർട്ടുണ്ട്. അല്ലല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ വേണു. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചർച്ചയിൽ എങ്ങും എത്താൻ പറ്റില്ല. ആ റിപ്പോർട്ടുകളുണ്ട്. ശ്രീ രാജു, അങ്ങ് വിശദമായി ആദ്യ ഘട്ടത്തിൽ സംസാരിച്ചതാണ്. ഒരു സെക്കൻഡ് ശ്രീ അരുൺ, വേഗം അതിന് മറുപടി. ഇല്ല, ഇതിലെ കുട്ടികൾ പഠനത്തിന്റെ കാര്യത്തിന് വിദേശത്തേക്ക് പോയ എണ്ണം സംസ്ഥാന അടിസ്ഥാനത്തിലെടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ 10 സംസ്ഥാനം ഇന്ത്യയിൽ, അതിൽ കേരളം ഉൾപ്പെടില്ല. കേരളത്തിൽ നിന്ന് കുട്ടികൾ വളരെ സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഉന്നതിയും നവോത്ഥാന നേട്ടങ്ങളുടെ ഭാഗമായി പോകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് മൈഗ്രേഷൻ എന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇതൊന്നും ഇപ്പോൾ എടുത്ത തീരുമാനത്തെ തടയാൻ വേണ്ടിയിട്ടല്ല, ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റത്തെ ഉൾക്കൊള്ളാൻ അരുൺകുമാർ ഒരു 5 സെക്കൻഡ്. കഴിഞ്ഞ വർഷത്താണ് സാന്റാ മോണിക്ക എന്ന് പറയുന്ന കമ്പനി 8,000 ചില്ലുവാനും കുട്ടികളെ ഏറ്റവും വിദേശത്തേക്ക് അയച്ചത്. ലോക റെക്കോർഡായിട്ട് ആഘോഷിച്ചത് ഈ കേരളത്തിലാണ്, ഈ എറണാകുളത്ത്. അരുൺകുമാർ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ പറയരുത്. സാന്റാ മോണിക്ക എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഏറ്റവും കൂടുതൽ കുട്ടികളെ നമ്മുടെ കുട്ടികൾ അങ്ങനെ പോകാൻ ശേഷിയുള്ളവരായി മാറുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണം തന്നെയാണ്. ഈ കേരളത്തിന്റെ നവോത്ഥാന സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഭാഗമാണ് കുട്ടികൾ പോകാൻ കരുത്താർജിക്കുന്നത്. എന്റെ പൊന്നേ, അല്ല, ഈ പറഞ്ഞ എണ്ണമൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു താങ്കൾക്ക്? വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആണോ? വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആയിരിക്കും, KPCC യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഞാനിപ്പോ എടുത്തു തരാം. അല്ല, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ? ശരി, അങ്ങനെയെങ്കിൽ വരാം. അതെ. ഇല്ല, കിട്ടിയില്ലെങ്കിൽ പിന്നെ നോക്കിയെടുത്താൽ മതി. വേണു ഇത് കാണിച്ചു കൊടുത്തോ. സാന്റാ മോണിക്ക sets new Asian record, the one of its kind of achievement in the international education sector. The study Santa Monica study abroad conducted the largest pre-departure briefing event of 7,236 students in a single intake from a single country to another country. The event got into both Asia Book of Records and India Book of Records. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അയക്കുന്ന ഏറ്റവും വലിയ സംഖ്യ 236. ഒരു രാജ്യത്ത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെ കണക്കെടുത്തിട്ട് പറയാം അത് കേരളത്തിൽ നിന്നാണ്.
അതെ, അതിൽ ആർക്കാ ഒബ്ജക്ഷൻ? ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിൽ കേരളം എങ്ങനെ? കേരളം ഒരു രാജ്യമല്ലല്ലോ മിസ്റ്റർ, സംസ്ഥാനമല്ലേ? 28 സംസ്ഥാനങ്ങളിൽ നിന്നല്ലേ 7200? വേണു, ഇതിനെനിക്ക് 28 സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടിയിട്ടാണ് 7200. ഇതൊക്കെ നമ്മൾ എത്രയോളം വായിച്ചാണ്? സാന്റാ മോണിക്ക, അരുൺ സാന്റാ മോണിക്ക ഏതാ കമ്പനി എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. കാരണം അവിടെ നിന്നാണ് മാസപ്പടി മേടിച്ചത് അല്ലേ? അവിടെ നിന്ന് മാസപ്പടി മേടിച്ച കണക്കുകൂടിയുണ്ട്. അല്ല, അതൊക്കെ നമുക്ക് ചോദിക്കാം. തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകൾ വായിക്കല്ലേ? വൺ കൺട്രി ടു അനദർ കൺട്രി എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവൂലേ ആളുകൾക്ക്? അല്ല, അതൊക്കെ ഞാൻ ചോദിച്ചോളാം. നിങ്ങൾ ഇത് പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കില്ല. വൺ കൺട്രി ടു അനദർ കൺട്രി അത് പറഞ്ഞാൽ കേരളത്തിന്റെ റോൾ എവിടെയാണ് അവിടെ? കണക്കെടുത്ത് രാജ്യത്തിന്റെ കണക്കാണ് മിസ്റ്റർ. അത് രാജ്യത്ത് 28 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശമുണ്ട്. അല്ല, കൊച്ചിയിൽ നടന്ന ഇവന്റ് വീണ വിജയനോട് ചോദിക്കുന്നേ, എന്നോട് എന്തിനാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇതല്ലല്ലോ വിഷയം. 28 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശമുണ്ട്. താങ്കൾ വായിച്ച റിപ്പോർട്ട് വൺ കൺട്രി ടു അനദർ കൺട്രി എന്നാണ്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് വിദ്യാർത്ഥികൾ പോകുന്നത് അതിനെ അത്ര വലിയൊരു കുറ്റായിട്ട് കാണണമെന്ന് സംശയമില്ല. പക്ഷെ അരുൺ പറയുന്നത് അങ്ങനെ പോകാൻ കഴിയുന്ന രൂപത്തിൽ പ്രാപ്തി നേടാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസ പൊതു ചട്ടക്കൂട് ഇവിടെയുണ്ട്. പൊതുവിദ്യാഭ്യാസ ആരും തന്നെ പറയണല്ലോ മറ്റു സംസ്ഥാനം കൂടുതൽ ആൾക്കാർ പോയി. വിദ്യാഭ്യാസ ചട്ടക്കൂടിന് പ്രശ്നമില്ല. ഇതിന് പുതിയ സാഹചര്യമുണ്ട്. ഇപ്പോൾ ഗ്ലോബൽ സാഹചര്യമുണ്ട്. പഴയ പോലെയല്ല. നമുക്ക് ഇന്റർനെറ്റ് നോക്കി അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, പുതിയ ജീവിത സാഹചര്യം, കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ പലതരത്തിലുള്ള അസ്വസ്ഥത ആൾക്കാർക്ക് തോന്നുന്നു. പല ഘടകങ്ങളാണ് കേരളത്തിൽ വിദ്യാർത്ഥികളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇവിടുത്തെ പ്രശ്നം 8000 കുട്ടികൾ കൊച്ചിയിൽ നിന്ന് പോയി, കേരളത്തിൽ നിന്ന് ഒറ്റയടിക്ക് പോയി എന്ന് പറഞ്ഞ കണക്കങ്ങ് വിശ്വസിക്കുന്നു. ഈ നഗരകേന്ദ്രിതമായിട്ടുള്ള കുട്ടികൾക്ക് ഏത് സ്ട്രാറ്റപ്പെട്ട കുട്ടികൾക്ക് ഒറ്റയടിക്ക് 8000 പേര് ഇവിടുന്ന് പോയി എന്നോ? അതിപ്പോ ആ കണക്ക് അതാണ് ശ്രീ രാജുവിന്റെ വിശ്വാസം ചോദ്യം ചെയ്യല്ല. പക്ഷെ ശ്രീ രാജു ഒരു NGOയുടെ കണക്ക് പറയുന്നു. പിന്നെ സാന്റാ മോണിക്ക പോലെ ഈ രംഗത്ത് എത്രമാത്രം സുതാര്യതയുണ്ട് അങ്ങയുടെ തന്നെ വാദത്തിലുണ്ടത് വീണയോട് ചോദിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വീണയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാന്റാ മോണിക്കയെ ശ്രീ രാജു പി നായർ എന്തായാലും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അസ്ലം, ഇവിടെ AESFന് ഞാൻ വരാം ശ്രീ രാജു, അങ്ങയിലേക്ക് നിശ്ചയമായും വരാം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അസ്ലം ഷാ, AESFന്റെ ഈ വിഷയത്തിലുള്ള ഉത്കണ്ഠ എന്താണ്? നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി വിദ്യാഭ്യാസ കച്ചവടത്തിന് വഴിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് സ്വകാര്യ സർവകലാശാലകളുടെ അനുമതി എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആദ്യത്തെ മുൻഗണനയിൽ വരുന്ന ഒരു വിദ്യാഭ്യാസ മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. അതൊരിക്കലും സ്വകാര്യ സർവകലാശാലകളുടെ പിൻബലത്തോടുകൂടിയല്ല. 2022 വരെയുള്ള കണക്ക് പ്രകാരം ഈ രാജ്യത്ത് 512ഓളം സ്വകാര്യ സർവകലാശാലകളുണ്ട്. അതിൽ 52 രാജസ്ഥാനിലാണ്. എന്നിട്ടും കേരളത്തിൽ യാതൊരുവിധ സ്വകാര്യ സർവകലാശാലയുടെ പിൻബലത്തോടു കൂടിയല്ല നമ്മുടെ കേരളം വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുൻപന്തി നിൽക്കുന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഈ സ്വകാര്യവൽക്കരണത്തിലൂടുകൂടി വിദ്യാഭ്യാസ മേഖലയിൽ നിലവിലുള്ള ഉന്നമതി, കേരളത്തിൻ്റെ നിലവിലുള്ള ഉന്നതിയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വാണിജ്യവൽക്കരണത്തിനും നിലവിലുള്ള സ്വകാര്യവൽക്കരണം വരുന്നതോടുകൂടി വിദ്യാഭ്യാസ മേഖലയിലെ നിലവിലുള്ള ക്വാളിറ്റി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ വരും കാലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ശരി, ശ്രീ അസ്ലം ഷാ, ഇവിടുത്തെ പ്രശ്നം താങ്കൾ ഈ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമരാനുഭവങ്ങളുള്ള ആളുകളാണ് MP രാജേഷ്, KN ബാലഗോപാൽ, രാജീവ് ഒക്കെ. അവര് ഇരുന്ന മന്ത്രിസഭാ യോഗമാണ് ഈ തീരുമാനമെടുത്തത്. അതിന്റെ കൂട്ടത്തിലിരുന്ന സമാനമായ സമരാനുഭവം, പ്രത്യേകിച്ച് മുൻപ് സുനിലാണ് ഉള്ളത്, രാജനുണ്ട്, പിന്നെ ഒരളവ് വരെ പ്രസാദിനുണ്ട്, ഈ പറയുന്ന അനിലിനുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചേർന്നിരുന്നിട്ടാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അതിനോടുള്ള AESFന്റെ മറുപടി എന്താണ്? അല്ല, സമരാനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് AISF കരുണാകരൻ്റെ കാലത്ത് സ്വകാര്യവൽക്കരണം, വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരായി കേരളത്തിലാകെ ഉജ്ജ്വലമായ സമരങ്ങൾ. ഞാൻ ഈ പഴയ കാര്യമല്ല ചോദിച്ചത്. ഇന്നവർ ഉൾപ്പെടെ ഇരുന്നിട്ടാണ് ഏകകണ്ഠമായി മന്ത്രിസഭയിൽ അംഗീകരിച്ചത്. പാർട്ടിയുടെ നിലപാട് പാർട്ടി ഘടകം, പാർട്ടി നേതൃത്വം പറയും. AISF എന്ന സംഘടന എക്കാലവും സ്വതന്ത്രമായി നിലപാട് പറഞ്ഞിട്ടുള്ള ശ്രീ അസ്ലം ഷാ, ഈ ചോദ്യം AESFുമായി ബന്ധപ്പെട്ട ചോദ്യം മന്ത്രി ബിന്ദുവിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അവരുടെ മറുപടി CPIയുടെ ക്യാബിനറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഐകകണ്ഠ്യേന അംഗീകരിച്ചിട്ടുള്ള ബില്ലാണ്.
അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാദമുഖങ്ങൾ ആരെങ്കിലും ഉയർത്തുകയാണെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ്, ഏകാഭിപ്രായത്തിൽ അംഗീകരിക്കപ്പെട്ടൊരു ബില്ലാണ്. അല്ല, ഞാനിവിടെ AISFന്റെ പ്രതിനിധിയായിട്ടാണ് ഇരിക്കുന്നത്. അല്ലെന്നേ, ബിന്ദുവിന് AISFന് മറുപടി നൽകാൻ കഴിയുന്നത് ഒരു സെക്കൻഡ്, ബിന്ദുവിന് AISFുകാർക്കുള്ള മറുപടി നൽകാൻ കഴിയുന്നത് രാജനെയും ചിഞ്ചുറാണിയെയും അനിലിനെയും അതുപോലെ തന്നെ നാലാമത്തെ ആളാരാ പ്രസാദിനെയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അവരെ ചാരിയാണ് നിങ്ങളെ തല്ലിയിരിക്കുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് ബിന്ദുവിന് നേരിട്ട് ഒരു മറുപടി കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ ബിന്ദുവിന് വടി കൊടുത്തിരിക്കുന്ന ആളുകൾക്കെതിരെ എന്താണ് പറയാനുള്ളത്? അല്ല, നിലവിൽ AISFന്റെ നിലപാട് ഈ സ്വകാര്യ സർവകലാശാലകൾക്കെതിരാണ്. അത് പാർട്ടിയുടെ നിലപാടിനൊപ്പം നിൽക്കേണ്ട ആവശ്യമില്ല. AISF എക്കാലത്തും സ്വതന്ത്രമായി പറഞ്ഞിട്ടുണ്ട്. അത് ആര് അതിന് അനുമതി നൽകാൻ വേണ്ടിയും ആരതിന് അനുകൂലമായി സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം എതിരാണ് നേരിട്ടുള്ള ചോദ്യം അസ്ലം ഷാ, ഈ സ്വകാര്യ സർവകലാശാല ബില്ലിനോടുള്ള നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിയോജിപ്പ് എന്താണ്? സ്വകാര്യ സർവകലാശാല വരുന്നതോടുകൂടി ഈ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള കച്ചവടവൽക്കരണത്തിന് വിധേയമാണ്. എന്ത് കച്ചവടം? എന്ത് കച്ചവടം? 40% തദ്ദേശീയർക്ക് നിലവിലുള്ള നമ്മുടെ SC/ST സംവരണം. ഒരു സെക്കൻഡ്, എന്ത് കച്ചവടം? പിന്നെ നിലവിലുള്ള സർവകലാശാലയുടെ ക്വാളിറ്റികൾ നഷ്ടപ്പെടും. നമ്മുടെ സ്വകാര്യ മേഖല എന്ന് പറയുന്നത് വേണ്ടത് വിദ്യാഭ്യാസ കച്ചവടം എന്ന് അങ്ങ് ആദ്യം പറഞ്ഞു. അതിനുള്ള മറുപടിയാണ് ഈ ബില്ലിലുള്ള പ്രൊവിഷൻസ്. 40% തദ്ദേശീയർക്ക്, പിന്നെ ഈ പറയുന്ന SC/ST സംവരണം. ആ കാര്യത്തിലുള്ള മറുപടി പറയൂ. പിന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതുണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളികൾ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. ഇതിനുള്ള മറുപടി ആദ്യം. അല്ല, വിദ്യാഭ്യാസ മേഖലയിലെ ഫീസ് വർധനവ് തന്നെ നമ്മുടെ ഈ കേരളത്തിലെ സർവകലാശാലകൾ നിലവിൽ നൽകുന്ന തരത്തിൽ ഗവേഷണ മേഖലയിലടക്കം കുറഞ്ഞ ഫീസോടുകൂടി അതിന് ഊന്നൽ നൽകിക്കൊണ്ട് കൃത്യമായി പ്ലേസ്മെൻറ്റോടുകൂടി പഠനത്തിനും അറിവിനും പ്രാധാന്യം നൽകിക്കൊണ്ട് കൃത്യമായി പരീക്ഷകൾ നടത്തിയും സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികളെ എടുക്കുമ്പോൾ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ടായിരിക്കും സ്വകാര്യ മേഖലയിലേക്ക് സ്വകാര്യ സർവകലാശാല അത് നമ്മൾ കണ്ടതാണ്. അങ്ങ് പ്രധാനമായും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അസ്ലം ഷാ പറഞ്ഞിരിക്കുന്നത് ഈ ഫീസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഷാജർ ഖാൻ, ഇവിടെ അങ്ങ് ഈ കരടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളുള്ള സ്വകാര്യ സർവകലാശാലകളിൽ ഫീസിനും പ്രവേശനത്തിനും സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകില്ല എന്ന സാഹചര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ AISF പറയുന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. അല്ല വേണു, വർഷങ്ങളായിട്ട് ഈ സ്വകാര്യ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് ഈ ഒരു സർവകലാശാല സ്വകാര്യമാകുന്നത് എന്നുള്ളതാണ്. സർവകലാശാലയ്ക്ക് സ്വകാര്യമാകാൻ പറ്റില്ല വേണു. സർവകലാശാല എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രമാണ്. അത് പൊതു ഫണ്ടിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കേണ്ടതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. കേരളത്തിന് പുറത്ത് സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നില്ലേ? കേരളത്തിന് പുറത്ത് സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സർവകലാശാലകളുടെ ഇപ്പോൾ 500-ലേറെ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആ സർവകലാശാലയുടെ കണ്ടക്ഷൻ എങ്ങനെയാണ്? ആരാ ഫീസ് നിശ്ചയിക്കുന്നത്? ആരാ പ്രവേശനം നിർണ്ണയിക്കുന്നത്? അതെല്ലാം സ്വകാര്യ മാനേജ്മെന്റാണ്. അവിടെ ഒരു സാമൂഹ്യ നിയന്ത്രണവും സാധ്യമല്ല. കേരളത്തിൽ അങ്ങനെയാകുമോ ഷാജർ ഖാൻ? സാമൂഹ്യ നിയന്ത്രണം, ഈ പറയുന്ന സംവരണം, ഇതെല്ലാം തട്ടിപ്പാണ്. വേണോ ആദ്യം മനസ്സിലാക്കൂ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വകാര്യം എന്ന് പറഞ്ഞാൽ അത് ലാഭവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ ഇൻവെസ്റ്റർ ഉണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നപ്പോൾ 25 കോടി കോർപ്പസ് ഫണ്ട് വെക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അത് വെക്കാത്ത ഒരാൾക്ക് പറ്റുമോ? 10 ഏക്കർ ഭൂമി അത് ആർക്കാണ് പറ്റുക? കോർപ്പറേറ്റുകൾക്ക്. അങ്ങനെയുള്ളവർക്കല്ലേ സ്വകാര്യ സർവകലാശാല ആരംഭിക്കാൻ പറ്റൂ. അപ്പോൾ സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന കോർപ്പറേറ്റുകളുടെ താല്പര്യം എന്താ? വിദ്യാഭ്യാസം ഉയർത്തുക എന്നുള്ളതാണോ? സർവകലാശാലയുടെ അതിനെന്താ ബന്ധം? സർവകലാശാല എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന സ്ഥാപനമാണ്. അവിടെ സ്വകാര്യമായ താല്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ സർവകലാശാല എന്ന് വിളിക്കാനാവില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ബൗദ്ധിക സമൂഹത്തെ സൃഷ്ടിക്കേണ്ടതാണ്. ഷാജിർ ഖാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഇതിൻ്റെ കമേഴ്ഷ്യലൈസേഷൻ ഉണ്ട്. കാരണം 2 തരം ആൾക്കാരാണ് സ്വകാര്യ സർവകലാശാല ഉള്ളത്. ഒന്ന് എന്താ പറയുക, ട്രസ്റ്റികളായിട്ടുള്ള, അവിടെ പലതരത്തിൽ ഫീസിന് ഇളവ് പല ആൾക്കാരും കൊടുക്കുന്നുണ്ട്. പക്ഷേ ബേസിക്കലി ഒരു പുതിയ കോഴ്സ് തുടങ്ങുമ്പോൾ അവർക്ക് എന്താ സ്വന്തമായി ഡിഗ്രി അവാർഡ് ചെയ്യാൻ പറ്റും. അവർ സ്വന്തമായി കോഴ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും. കോഴ്സ് എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കാൻ പറ്റും. നമ്മുടെ മറ്റേ കോഴ്സ് സർവകലാശാല ഒരുപാട് പ്രൊസീജിയറിലൂടെ പോകാൻ പറ്റുള്ളത്. അപ്പോൾ അവരുടെ നിലയ്ക്ക് ഫീസ് ഇതാക്കും. ഇത് നിങ്ങളെങ്ങാനും സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവരാൻ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോർപ്പറേറ്റ് സർവകലാശാലയോട് വരാൻ പോകുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ദാമോദർ, ഒരു സെക്കൻഡ്. ഈ
അധ്യാപക നിയമനത്തിനകത്ത് ഇടപെടില്ല എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഈ പറയുന്ന 15% SC, 5% ST, 40% തദ്ദേശീയർക്ക് എന്ന് പറയുകയാണ്. പിന്നെ കൂടാതെ ഈ പറയുന്ന ഈ സംവരണത്തിൽ എന്തെങ്കിലും വിരുദ്ധമായ ഒരു പ്രവർത്തിച്ചാൽ 2 മാസത്തിനുള്ളിൽ സർവകലാശാലയുടെ അംഗീകാരം പിൻവലിക്കാതിരിക്കുന്നതിനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. വ്യവസ്ഥാലംഘനം കണ്ടെത്തിയാൽ സർക്കാരിന് അന്വേഷണത്തിന് ഉത്തരവിടാം, തുടർ നടപടികളിലേക്ക് പോകാം. പിന്നെ ഈ പറയുന്ന ഇതിന് തട്ടിപ്പ് നടത്താൻ കഴിയില്ല, കാരണം സാമ്പത്തികവും ഭരണപരവുമായ വിവരങ്ങളൊക്കെ സർക്കാരിന് പിടിച്ചെടുക്കാൻ കഴിയും അത്തരം രേഖകളെന്ന് പറയുന്നു. പിന്നെ ഗവേണിംഗ് കൗൺസിലിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന വിദ്യാഭ്യാസ വിദഗ്ധരും അംഗങ്ങളായിരിക്കും. അക്കാദമിക് കൗൺസിലിൽ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന അസോസിയേറ്റ് പ്രൊഫസർ പദവിയിൽ താഴെയില്ലാത്ത 3 പേർ ഉണ്ടായിരിക്കും. ഇതൊക്കെ അതിനകത്ത് വ്യവസ്ഥയുണ്ട്. അല്ല ഇതിനൊക്കെ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ വേണം ഈ കാര്യം കാണാൻ. ഈ വ്യവസ്ഥ നിയമം അല്ല, ഇത് ആക്ട് ആയി കഴിഞ്ഞാൽ സംഭവമൊക്കെ ഉണ്ടായിരിക്കും, അത് തന്നെ. പക്ഷേ ഈ 40% തദ്ദേശീയർ ഡൊമിസിൽ അതൊക്കെ നടക്കുമായിരിക്കും. ഞാൻ അത് അതിന്റെ പുറത്ത് പക്ഷേ അത് എനിക്ക് അതിലാണ് സംശയമുള്ളത് ദാമോദർ. കാരണം അങ്ങൊരു സുപ്രീം കോടതി വിധി കണ്ടതാണല്ലോ, ഇന്ത്യയിലൊരു കുട്ടിക്ക് എവിടെ പോയും പഠിക്കാം. അപ്പൊ ഈ തദ്ദേശവാദമൊന്നും നടക്കുന്നില്ല. അതനുസരിച്ച് എത്ര ഇപ്പോൾ ചില നാഷണൽ യൂണിവേഴ്സിറ്റികളൊക്കെ ഇത് ഉണ്ട്. അതിപ്പോൾ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ ബാംഗ്ലൂരും കർണാടക ആൾക്കാർക്ക് പ്രത്യേക സീറ്റ് അനുവദിച്ചത് അത് നാഷണൽ യൂണിവേഴ്സിറ്റികളുടെ പ്രത്യേകതയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യത്തോടെ മനസ്സിലാക്കിയാൽ ഈ കമേഴ്ഷ്യലൈസേഷൻ ഉണ്ട്. നമ്മൾ എന്തിനകത്ത് ഇത്ര വിഷമിക്കുന്നത്? കമേഴ്ഷ്യൽ അവർ ഫീസ് നിശ്ചയിക്കും. ഇപ്പോൾ എയിൽ പുതിയൊരു പ്രോഗ്രാം വരും. നമ്മുടെ പൊതു സർവകലാശാലകൾക്ക് എയിൽ പുതിയ പ്രോഗ്രാം കൊണ്ടുവരാൻ പലതരം തടസ്സമുണ്ട്. കാര്യം ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, പലതരത്തിലുള്ള ഫണ്ട്സ് ഇല്ല. മനസ്സിലായി? ഇപ്പോൾ ഒരു ബെയർ മിനിമത്തിലാണ് പല സർവകലാശാലയുടെ ശമ്പളം, പെൻഷൻ തുടങ്ങിയാലും മറ്റേതുള്ള വലിയ ഫണ്ട്സൊന്നും ഇല്ല. പക്ഷേ ഇവരുടെ അടുത്തുണ്ട്, ആ ഫണ്ട്സ് ഇവരുടെ ജനറേറ്റ് ചെയ്യും. കോർപ്പറേറ്റ് ഫണ്ട്സ് കൊണ്ട് അവർക്ക് ലാഭം വേണം. അപ്പോൾ പുതിയ പ്രോഗ്രാംസ് വരും, അതിന് നല്ല ഫീസ് ഉണ്ട്. അതിൽ കുറച്ച് സാമൂഹ്യ നിയന്ത്രണം കേരളത്തിലെ നിലയ്ക്ക് ചിലപ്പോൾ പ്രായോഗികരിക്കും. പക്ഷേ ഫീസ് വലിയ തോതിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംശയം വേണ്ട. കാര്യം അല്ലാതെ സർവകലാശാല മുന്നോട്ട് പോവില്ല. കാര്യം ബേസിക് റവന്യൂ മോഡൽ എന്താണ് സർവകലാശാലയുടെ? ഈ ഫീസ് അനുസരിച്ച് ജനറേറ്റ് ചെയ്യുന്നതിനാണ്. അപ്പോൾ അതിൽ ഒരു കാര്യം, ഈ ട്രസ്റ്റിഷിപ്പിനനുസരിച്ച് അശോക പോലെ സർവകലാശാല പറയുന്നത്, അവിടെയും ലിബറൽ ആർട്സിൻ്റെ ഫീസ് നോക്കിയാൽ കനത്ത ഫീസാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ TPS ഒക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ശ്രീ ദാമോദർ. ഇപ്പോൾ ഈ അശോക പോലെയുള്ള യൂണിവേഴ്സിറ്റികളെ തന്നെ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയായിരുന്നു, വലിയ ഫീസാണ്, പക്ഷേ സ്കോളർഷിപ്പുകളുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുനിന്നും ഒക്കെ ലഭ്യമാകുന്ന സ്കോളർഷിപ്പുകളിലൂടെ അത് കഴിയുമെന്ന്. അത് തീർച്ചയായും നമ്മൾ നോക്കിയിട്ടുള്ള കാര്യം. സ്കോളർഷിപ്പിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. എത്ര പേർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അത് ഈ ഇവിടെ പറഞ്ഞു പരത്തുന്ന രീതിയിൽ ഈ ഇപ്പോൾ ഒരു 40 സീറ്റ് ഉണ്ടെങ്കിൽ 20 പേർക്കൊന്നും സ്കോളർഷിപ്പ് ഇല്ല. വളരെ മിനിമം പേർക്ക്. അത് അവിടെ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ മെറിറ്റ് കം മീൻസ് ആണ് വിളിക്കുന്നത്. അത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല. ഈ സർവകലാശാല പുറത്തുള്ള അസീം പ്രേംജി ആണെങ്കിലും അശോക സർവകലാശാലയും ഉപയോഗിക്കുന്ന മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മെറിറ്റ് കം മീൻസ് എന്നുള്ളതാണ്. കാര്യം അത് മാതാപിതാക്കന്മാരുടെ വരുമാനമൊക്കെ നോക്കിയിട്ട്, അല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല കണ്ട്. പിന്നെ മാത്രം ഇത്ര സർവകലാശാല അന്തരീക്ഷ ആംബിയൻസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. പൊതു സർവകലാശാല ആംബിയൻസ് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആംബിയൻസിലാണ്. ഇതിപ്പോൾ നിങ്ങൾ ജിൻഡാൽ യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ ഗുർഗാവിൽ ജിൻഡാൽ യൂണിവേഴ്സിറ്റി ഒരു വിദ്യാർത്ഥി പോയി പഠിക്കുകയാണ്, സ്കോളർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചോട്ടെ. അവിടുത്തെ റിച്ച് വിദ്യാർത്ഥികളുടെ കൂടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചിലവത്രേ അറിയൂ എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ അനുഭവിച്ച ദാമോദർ, ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ പോയി പഠിക്കുന്നുണ്ട്. അപ്പർ മിഡിൽ ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അതേ സ്ഥലത്താണ് നാം അവരെ നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെ അത് നടപ്പാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. ഇതിനകത്ത് നമ്മളൊരു ഈ പുതിയ സ്വകാര്യ സർവകലാശാല വരുമ്പോൾ അത് ഞാൻ അനുകൂലം തന്നെ. പക്ഷേ അത് നേരത്തെ വരേണ്ടതായ അഭിപ്രായക്കാരാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോമ്പറ്റീവ് സ്ഥലത്ത് പൊതു സർവകലാശാലയ്ക്ക് എത്താൻ പറ്റുമായിരുന്നു. ഇത് വൈകുന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്, സംശയമില്ല. പക്ഷേ അത് കമേഴ്ഷ്യലൈസേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആൾക്കാരെ പറ്റി. കാര്യം വലിയ ഫീസ് ഉയർത്തും. പിന്നെ മാത്രമല്ല ഈ സ്വകാര്യ സർവകലാശാലയുടെ ക്യാമ്പസ് അന്തരീക്ഷം നമ്മൾ മനസ്സിലാക്കി വേണം പറയാം. അത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് അന്തരീക്ഷമല്ല. വളരെ സമ്പന്നരായ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമായിരിക്കും. അവിടെയൊക്കെ വേറെ തരത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് വേറൊന്നാണ്. അവിടെ ക്യാൻറ്റീനിലൊക്കെ പോയി ചിലവെന്ന് പറഞ്ഞാൽ ചെറിയതല്ല. അപ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ വെറുതെ ഒരു ബില്ലിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് കുറിച്ച് ആലോചിക്കും. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥിക്ക് പഠിക്കാൻ അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് ഈ സർക്കാരിന് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ മുമ്പിലെ കുറിച്ച്. വൈകി അത് തെറ്റ് തിരുത്തൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. അല്ലാണ്ട് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ ഉണ്ടായിട്ടൊന്നുമല്ല. ഒരു തിരുത്തൽ നടത്തിയിട്ടുള്ള സംശയമൊന്നും വേണ്ട. അങ്ങനെ തന്നെ പക്ഷേ ആ തിരുത്തിയ ശേഷം ഇനി എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാർത്ഥിക്ക്, സാധാരണ കുടുംബ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാന്നാണ് ആ പോയിന്റാണ് ഒരു പക്ഷേ സർക്കാരിനെ ഏറ്റെടുക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല ദാമോദർ പറഞ്ഞതിൽ ഒരു പരസ്പര വിരുദ്ധതയുണ്ട്. സ്വകാര്യ സർവകലാശാലകൾ വേണം, അത് വരാൻ വൈകിയത് പറ്റിയ തെറ്റ് തിരുത്തലാണ്. പക്ഷേ ഇവർ വന്നാലോ കള്ള കച്ചവടമാണ്. ഇതിനത് വേണമെന്ന് പറയുന്നു, ഭയങ്കര കച്ചവടമാണ്. അതാണ് പോയിന്റ്. എന്നിട്ട് നിയന്ത്രിക്കാൻ സർക്കാർ നടപടി എടുക്കുമ്പോൾ അവരെ പറയുന്നു വൈകി വന്ന വിവേകം. അതല്ല വേണോ അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നിയന്ത്രിക്കാനുള്ള ഇതിപ്പോൾ പെട്ടെന്നാണ് ഇത് വരുന്നത്. ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചടുപിടുന്നൊരു ഡിസിഷനാണ് വരുന്നത്. എന്തായാലും നമുക്ക് മറ്റ് സർവകലാശാല കോമ്പറ്റീവ് അന്തരീക്ഷം ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് കമേഴ്ഷ്യൽ ആംഗിളിൻ്റെ അകത്തുണ്ട്. ആ കമേഴ്ഷ്യൽ ആംഗിൾ വരുന്ന കമേഴ്ഷ്യൽ ആംഗിൾ ഇപ്പോൾ മാത്രമല്ല എല്ലാ കാലവും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദ്യം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച്
സ്വകാര്യ സർവേ നമ്മൾ ഇവിടെ നടപ്പാക്കാൻ പോകുന്നു, നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല, കേരളത്തിൽ മാറി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, സാധാരണ കുടുംബങ്ങളിൽ നിന്ന് പറയുന്ന വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള ഒരു അവസ്ഥ എങ്ങനെ സൃഷ്ടിക്കുക എന്നുള്ള ആ പോയിന്റ് എങ്ങനെയായിരിക്കും ആ സോഷ്യൽ പോയിന്റ് ആണ് ഈ നിയമത്തിലുള്ളത്. പക്ഷെ അവിടെയാണ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്ന്. അത് സംശയാസ്പദമാണ് അതിൻ്റെ അകത്ത് കാര്യം, നമുക്കറിയില്ല. ശരി, എന്തായാലും ഈ കാര്യത്തിനകത്ത് അരുണിന്റെ മറുപടിയാണ്. ശ്രീ അരുൺകുമാർ, ഇവിടെ ASFന്റെ പ്രതിനിധി അസ്ലവും ഷാജർ ഖാനും ഒക്കെ ഉന്നയിച്ച, ദാമോദറും ഉന്നയിച്ച ആശങ്കകളുണ്ടല്ലോ, അതിനുള്ള മറുപടി. ഇതിലെ കേരളത്തിൽ ഇപ്പോൾ 16 സർവകലാശാലകളുണ്ട്. ഈ 16 സർവകലാശാലകളെയും മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും അവസാനം വന്ന സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട രജിസ്ട്രാറുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ 50,000 കുട്ടികളാണ് ഈ ഏറ്റവും അവസാനം ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വിവിധ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അവരെ ഇരുത്തി പഠിപ്പിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണെന്ന് പറയുകയുണ്ടായി. ഇവിടെ വിദ്യാർത്ഥികൾ അവരുടെ വിരൽത്തുമ്പിലാണ് ഏത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കണം, എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കണം. ഇപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ് ഒരു +2 വിദ്യാർത്ഥി ഇന്ന് സംസാരിച്ചപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം സെർച്ച് ചെയ്തത് ലോസ് ആഞ്ചലസിലെ ഒരു കോളേജ്, രണ്ടാമത് നമ്മുടെ തേവര SH കോളേജാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസിലെ ഏറ്റവും മികച്ച കോളേജായിട്ട് ആ കുട്ടി സ്വന്തം മൊബൈലിൽ സെർച്ച് ചെയ്തെടുത്തത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുമ്പോൾ ഏത് കോഴ്സ് വേണം, അതിൻ്റെ ഫീസ് എത്രയാണ്, അത് അവർക്ക് ഫീസിബിൾ ആണോ എന്നൊക്കെ പരിശോധിക്കാനും പരിശോധിച്ച് സെലക്ട് ചെയ്യാനും എല്ലാ കുട്ടികൾക്കും അതിനുള്ള അധികാരമുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്. അപ്പോൾ വരട്ടെ, ഇപ്പോൾ മികവിൻ്റെ കേന്ദ്രമായി പൊതു സർവകലാശാലകൾ മാറുമ്പോൾ സ്വകാര്യ സർവകലാശാലകളും വരട്ടെ, മത്സരാധിഷ്ഠിതമായി മാറട്ടെ എന്നൊരു പൊതു കാഴ്ചപ്പാടാണ് എടുത്തത്. ഇപ്പോൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഇവിടെ വലിയ തരത്തിലുള്ള മാറ്റം, ഒന്ന് കരിക്കുലം പരിഷ്കരണം, ആഗോള വിദ്യാഭ്യാസ മീറ്റ് നടന്നപ്പോ 2016 നടന്നപ്പോ അരുൺ ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റ് 2016 നടന്നപ്പോൾ SFI ശക്തമായി സമരം ചെയ്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി അന്ന് പറഞ്ഞത് സ്പെഷ്യൽ എക്കണോമിക് സോൺ പോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ വരും, അവിടെ ഈ പറയുന്ന നികുതി ഒന്നും വേണ്ട, അവിടെ ഈ പറയുന്ന ഇവരുടെ എല്ലാ തോന്നിവാസവുമായിരിക്കും നടക്കാൻ പോകുന്നത്, ഈ പറയുന്ന പട്ടികയിലുള്ള യൂണിവേഴ്സിറ്റികളുടെ പേരുകൾ പോലും ഇല്ല, അവയുടെ ഫീസ് ഘടനയെ പറ്റി ഒന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരുപിടി കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഇപ്പോൾ ദാമോദറും ഈ പറഞ്ഞ ഷാജർ ഖാനും ഒക്കെ ചൂണ്ടിക്കാട്ടിയ കാര്യമില്ലേ, നിങ്ങൾ ഈ രൂപത്തിൽ ഇവരെ ആനയിച്ചു കൊണ്ടുവന്നാലും ഇതെല്ലാം തന്നെ പ്രത്യേക സാമ്പത്തിക മേഖല പോലെ നിൽക്കും എന്ന്, അവിടെ പല വിധാനത്തിലായിരിക്കും വിദ്യാർത്ഥികളുടെ നിൽപ്പ് എന്ന്. ഇല്ല, പക്ഷേ ഇവിടെ അങ്ങ് തന്നെ വായിച്ചില്ലേ, ഗവേണിംഗ് കൗൺസിൽ വിദ്യാഭ്യാസ സെക്രട്ടറിയും സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്ത മറ്റൊരു വകുപ്പ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഫീസിനും പ്രവേശനത്തിനും സർക്കാരിന്റെ റോൾ എന്താണ്? ഗവേണിംഗ് അതോറിറ്റിയിലും ഫീസിനും പ്രവേശനത്തിനും സർക്കാരിന്റെ റോൾ എന്താണ്? ഇല്ല എന്നാണ് ഈ ബില്ലിൽ പറയുന്നത്. നിയന്ത്രണം ഉണ്ടാകില്ല. ഇതിലിപ്പോ അല്ല, ഒരു കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഫീസിബിൾ ആയിട്ട് ഒരു സർവകലാശാലയ്ക്ക് കോഴ്സുകൾ നടത്തി കൊണ്ടുപോകണമെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം വേണമല്ലോ. അപ്പം അതിലെല്ലാം ഇപ്പോൾ നമ്മൾ വൻ ഫീസായിരിക്കും അല്ലെങ്കിൽ അത് കച്ചവടമായിരിക്കും എന്ന രൂപത്തിൽ ഇപ്പോൾ അനുമാനിക്കേണ്ടതില്ല. ഇതിപ്പോൾ ഒരു കരട് മാത്രമാണ് പൊതുസമൂഹത്തിലേക്ക് വച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കരടിന്റെ അടിസ്ഥാനത്തിലല്ലേ ചർച്ച ചെയ്യുന്നത്. ഇത് ബില്ലായിട്ട് നിയമസഭയിൽ വരും. കേരളത്തിലെ 140 സാമാജികർക്കും അതിൽ അഭിപ്രായം പറയാലോ. അത്തരത്തിൽ നിരവധി സാഹചര്യങ്ങൾ വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകളാകാം, സംവാദങ്ങളാകാം, ഇടപെടലുകളാകാം. ഇപ്പൊ കേൾക്കുന്നത് അസിം പ്രേംജി സ്വകാര്യ സർവകലാശാല, അമിറ്റി സ്വകാര്യ സർവകലാശാല അല്ലെ ദാമോദർ? അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഇവരൊക്കെ കേരളത്തിലേക്ക് വരാൻ പോകുന്നു ഈ പുതിയ നയം കേട്ടപാടെ എന്നാണ്. ഇത് തട്ടിപ്പ് പ്രചാരണമാണോ രാജു? ഇവരൊക്കെ വരും എന്നൊരു പ്രതീതി ഉണ്ടാക്കി ഇതിനൊരു സ്വീകാര്യത കൊടുക്കുക. ഇവരാരുമല്ല എന്നിട്ട് വരാൻ പോകുന്നത് ഒന്നുകിൽ ഈ പിണറായി വിജയൻ ഏറ്റവും നല്ല ബന്ധമുള്ള ഗൾഫിലെ ഏതെങ്കിലുമൊക്കെ ഈ പറയുന്ന പ്രമാണിമാർ, അവർക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ അനുകൂലമാവുകയാണോ? ഇവിടെ തന്നെയുള്ള ഈ പറയുന്ന ഓട്ടോണമസ് യൂണിവേഴ്സിറ്റികൾ, പല താല്പര്യങ്ങളോടെ പ്രവർത്തിക്കുന്നവർ, അവർക്ക് സ്വകാര്യ സർവകലാശാലകളായി സ്വയം മാറാനുള്ള അവസരം ഉണ്ടാവുകയാണോ ചെയ്യുക? അതല്ലാതെ ഈ അമിറ്റിയും അസിം പ്രേംജിയൊക്കെ വരുമെന്ന് കരുതുന്നുണ്ടോ? വേണു, കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ട ഒരു വലിയ സമയം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള തടസ്സമായിരുന്നവർ തന്നെ തിരുത്തൽ നടപടികൾ നടത്തുന്ന ഒരു കാലഘട്ടം, നയവ്യതിയാനമോ എന്തും ആയിക്കോട്ടെ. ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ മുൻവിധിയോടുകൂടി അതിനകത്ത് ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല. കാരണം അത് നമുക്ക് വരുമ്പോൾ വി വിൽ ക്രോസ് ദ ബ്രിഡ്ജ് വെൻ ഇറ്റ് കംസ്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികളുടെ ഒരു എന്താ പറയുക മൊറാലിനെ ബാധിക്കുന്ന രീതിയിൽ
ഞങ്ങളിപ്പോൾ അതിനെ അഴിമതി ആരോപിക്കുകയോ സ്വജനപക്ഷം ആരോപിക്കുകയോ തൽക്കാലം ഞങ്ങൾ ചെയ്യുന്നില്ല. വിവരം വരട്ടെ, അതൊരു പക്വമായ സമീപനമായിട്ട് അങ്ങ് കരുതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2-3 കാര്യങ്ങൾ എനിക്കിവിടെ ക്ലാരിഫൈ ചെയ്യണം. ഒന്ന്, ഇവിടെ നേരത്തെ നമ്മുടെ ഒരു സഹ പാനലിസ്റ്റ് സൂചിപ്പിക്കുകയുണ്ടായി, ഈ പറഞ്ഞ ആൾക്കാർ പോകുന്നത് സാന്റാ മോണിക്ക എന്നാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടികൾ പോകുന്നതിനെ വിമർശിക്കേണ്ട കാര്യമില്ല. എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് നഷ്ടപ്പെട്ട 3 പതിറ്റാണ്ടുണ്ടായിരുന്നെങ്കിൽ ലോകത്ത് നിന്ന് കേരളത്തിലേക്ക് വരുന്ന, ലോകത്ത് മറ്റ് സാന്റാ മോണിക്കകളെ ഉണ്ടാക്കാൻ കഴിയുന്ന അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അല്ലാണ്ട് സാന്റാ മോണിക്ക വഴി പിള്ളേർ പോകുന്നതിനെ സംബന്ധിച്ചല്ല. വേണു പറഞ്ഞ 2 കാര്യങ്ങളിൽ എന്നെ സംബന്ധിച്ചോളം ഇത് കാര്യം ക്ലാരിഫൈ ചെയ്യണം. ഇവിടെ ഞാൻ നേരത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏഷ്യൻ റെക്കോർഡ്സിൽ വഴി പോയപ്പോൾ അരുൺകുമാർ എടുത്ത നിലപാട് ഇന്ത്യ മുഴുവനുള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നെല്ലാം ഒരു വൺ നേഷൻ ടു അനദർ നേഷൻ എന്നാണ്. ഞാനിപ്പോൾ അവരുടെ വെബ്സൈറ്റ് കയറി നോക്കി. എനിക്ക് മറ്റൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റുമായിട്ട് എൻ്റെ സുഹൃത്തുമായിട്ട് ബന്ധമുള്ളിടത്തുകൊണ്ട് ഞാനൊരു വെരിഫൈ ചെയ്തു. ആ കമ്പനിക്ക് 28 ബ്രാഞ്ചുകളാണുള്ളത്. ആ 28 ബ്രാഞ്ചും കേരളത്തിലാണ്. 6 എണ്ണം ഉണ്ട്, ക്ഷമിക്കണം, 6 എണ്ണം പുറത്തുണ്ട്. 1 കാനഡ, 1 അബുദാബി, 1 കോയമ്പത്തൂർ, ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ. 6000-ന് മേലെ കുട്ടികൾ കേരളത്തിൽ നിന്ന് മാത്രമാണ് പോയത്. 6000-ന് മേലെ കുട്ടികൾ എന്തുകൊണ്ട് പോയി? എന്തുകൊണ്ട് ഈ സംസ്ഥാനം വൃദ്ധരുടെ സംസ്ഥാനമായിട്ട് മാറും എന്ന് നമ്മൾ പറയുന്നു? കാരണം 3 പതിറ്റാണ്ട് ഈ സംസ്ഥാനത്തിന്റെ തലമുറയെ, ഇവിടുത്തെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താത്തതിന്റെ പേരിൽ അവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവർ പുറത്തേക്ക് പോയതിന്റെ 99% പുറത്ത് സെറ്റിൽഡ് ആവുന്നു. കേരളം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക പ്രശ്നമാണ് ഈ ബ്രെയിൻ ഡ്രെയിൻ. ആ ബ്രെയിൻ ഡ്രെയിനിൽ CPMന്റെ നിലപാടുകൾ വഹിച്ച പങ്കെന്താണ്? ആ വഹിച്ച പങ്കാണ് ഇപ്പോൾ ഈ പറയുന്നത്. TP ശ്രീനിവാസനെ അടിച്ച് വീഴ്ത്തി 10-12 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം? ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സ്ഥാപിച്ചപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വൈസ് ചാൻസലറാക്കി. എന്തിനായിരുന്നു? ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്തു മാറ്റം വരുത്താൻ കഴിയുമെന്ന് ചിന്തിക്കാൻ വേണ്ടി പോയ TP ശ്രീനിവാസനെയാണ് അടിച്ചു വീഴ്ത്തിയത്. ഇല്ലേ? 10 വർഷം നമ്മൾ നഷ്ടപ്പെടുത്തിയില്ലേ? ആ വിഷയം കഴിഞ്ഞിട്ടെങ്കിലും സ്വാശ്രയ വിദ്യാഭ്യാസവും മറ്റെല്ലാം നിൽക്കട്ടെ, ഈ സമയം നമ്മൾ നഷ്ടപ്പെടുത്തിയില്ലേ? ആ നഷ്ടപ്പെടുത്തിയതിനു ശേഷം കേരളത്തോട് ഒരു മാപ്പ് പറയണമെന്ന് പോലും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നേറ്റു പറയണമെന്ന് പോലും നേരിട്ട് പറയാൻ ബാധ്യതയില്ലാത്ത ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ കാപട്യം ഇവരുടെയാണ്. അതാണ് ഏറ്റവും കാരണം ഷാജർ ഖാന് തീരെ സമയം കിട്ടിയിട്ടില്ല. ഇല്ല, സമയമില്ലാതെ എന്നോട് സഹകരിക്കണം. സമയം പൂർണ്ണമായി കഴിഞ്ഞുകൊണ്ടാണ്. ഇല്ല, ക്ഷമിക്കണം ഷാജർ ഖാൻ ഇവിടെ ദേവീത് രാജു സഹകരിക്കണം. കാരണം സമയം പൂർണ്ണമായി കഴിഞ്ഞതുകൊണ്ടാണ് സാർ. ഷാജർ ഖാൻ, അങ്ങേക്ക് സമയം കുറവായിരുന്നു, ക്ഷമിക്കുക. അങ്ങ് എയ്ഡഡ് സ്ഥാപനങ്ങളും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുമാണ് 80% കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളത് എന്ന് മന്ത്രി ആർ ബിന്ദു പറയുന്നു. നമ്മുടെ എയ്ഡഡ് കോളേജുകളും അൺഎയ്ഡഡ് കോളേജുകളുമാണ് ഏറ്റവും അധികം കുട്ടികളെ ഉൾക്കൊണ്ടുപോകുന്നത്. 20% മാത്രമാണ് ഗവൺമെന്റ് കോളേജുകളുള്ളത്. ആ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വകാര്യ സർവകലാശാലകൾക്ക് അസ്പൃശ്യത കൽപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണെന്ന് മന്ത്രി പറയുന്നു. മന്ത്രി പറയുന്ന ഭാഗമോട് നിൽക്കട്ടെ. പക്ഷേ ഈ കണക്കുകൾ വെച്ചുകൊണ്ട് ഇതെല്ലാം നമ്മുടെ പൊതുമേഖലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ മാത്രമാണ് അതിന് ഏക ഭീഷണി എന്ന നിഗമനത്തിലെത്താൻ കഴിയുമോ? അല്ല, നമ്മുടെ ചർച്ചയുടെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയരും എന്ന എന്തോ ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് 20 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ നമ്മൾ മെച്ചപ്പെടുമായിരുന്നു പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സർവകലാശാലകൾക്ക് എന്ത് ഗുണനിലവാരമാണ് പ്രദാനം ചെയ്യാം? ഈ അശോക യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കൂ. അങ്ങനെ ഒരു നിലവാരം, ഈ അസിം പ്രേംജി ഉൾപ്പെടെയുള്ള ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ പറയുന്ന സാങ്കേതിക വിദ്യയിലുള്ള നൈപുണ്യ വികാസമല്ലല്ലോ, അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസത്തെ പറ്റി ചിന്തിക്കണ്ടേ? ഈ സ്വകാര്യ സ്വാശ്രയ, ഇപ്പോൾ കേരളത്തിലെ നേരത്തെ പറഞ്ഞ 80% സ്വകാര്യ സ്വാശ്രയ കോളേജുകൾ എന്ത് വിദ്യാഭ്യാസ നിലവാരമാണ് പ്രദാനം ചെയ്യുന്നത്? അതിനേക്കാൾ മികച്ച നിലവാരം നമ്മുടെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ നമ്മളുടെ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സർവകലാശാലകൾക്കും കോളേജുകൾക്കും സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ? പക്ഷേ പൊതുമേഖലാ സ്വതന്ത്ര സർവകലാശാലകളെ തകർക്കാനും
ആ സർവകലാശാലകളെ ഈ മത്സരാധിഷ്ഠിത സമ്പ്രദായത്തിൽ പിന്നോക്കം കൊണ്ടുപോകാനും പകരം ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ പ്രതിഷ്ഠിക്കാനുമുള്ള വളരെ ആസൂത്രിതമായ ഒരു നീക്കം നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാഭ്യാസ കച്ചവടത്തിന് പരവതാനി വിരിക്കുന്ന നടപടിയുമായി ഈ ബില്ലുമായിട്ട് വന്നിരിക്കുന്നത്. അത് കണ്ണിൽ പൊടിയിടാൻ ഈ പറയുന്ന സംവരണം പോലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായ കാര്യം വിദ്യാഭ്യാസ കച്ചവടം തന്നെയാണ്. നഗ്നമായ വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നു. അതിലൂടെ വിദ്യാഭ്യാസ നിലവാരം ഉയരാൻ പോകുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഫീസും ചാർജുകളും ഒക്കെ തീരുമാനിക്കാനുള്ള അധികാരം സ്വകാര്യ സർവകലാശാലയിൽ സ്വകാര്യ മാനേജ്മെന്റിനാണ്. അതിനകത്ത് ഗവൺമെന്റിനോ പൊതുമേഖലയ്ക്കോ ഒരു കാര്യമില്ല. എന്ന് മാത്രമല്ല, നോക്കൂ, സംസ്ഥാനത്ത് നമുക്ക് ഇപ്പോൾ UGCയുടെ അനുമതി ഉണ്ടെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും ഓഫ് ക്യാമ്പസുകളും ഓഫ് ഷോർ ക്യാമ്പസുകളും പഠന കേന്ദ്രങ്ങളും അനുവദിക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു ഗ്ലോബൽ സിനാറിയോയിൽ ഗ്ലോബൽ വിദ്യാഭ്യാസ കച്ചവട മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരളത്തിലും ഇപ്പോൾ ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഈ ഇടതുമുന്നണി സർക്കാരിന് വിദ്യാഭ്യാസപരമായ താല്പര്യമേ അല്ല. ഇപ്പം ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്. ദേശീയ തലത്തിൽ മോദി സർക്കാരിൻ്റെ നയം നടപ്പിലാക്കലാണ്. ഒക്കെ ശരിയാണ്. അങ്ങനെ ആ നയങ്ങളെല്ലാം വിദ്യാഭ്യാസ കച്ചവടത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കേരള മോഡൽ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ ഗുണപരമായ വശങ്ങളെയും ഇല്ലാതാക്കും. ഞാൻ സമയമില്ലാത്തോണ്ട് വിശദീകരിക്കുന്നില്ല. ആ ഒരു തകർച്ച ഒരു രാഷ്ട്രീയ പ്രശ്നം. അതായത് നമ്മുടെ ചാൻസലറെ ആരിഫ് മുഹമ്മദ് ചാൻസലർ നീക്കാനായിട്ട് പുതിയ കാര്യം നമ്മുടെ പൊതു സർവകലാശാല കായ്വൽക്കരിക്കുന്നതാണ്. ഈ സ്വകാര്യ സർവകലാശാല വന്നാൽ ചാൻസലറും വൈസ് ചാൻസലറൊക്കെ കാവ്യുള്ള ആൾക്കാരനെ വരും. ഇവിടെ കാവ്യവൽക്കരണം സ്വകാര്യ സർവകലാശാല. അപ്പോൾ കണ്ടന്റിലൊന്നും സർക്കാരിന് ഇടാൻ പറ്റില്ല. കരിക്കുലത്തിലും സിലബസിലൊന്നും സർക്കാർ ഇടാൻ പറ്റില്ല. അപ്പോൾ കാവ്യവൽക്കരണം നടക്കുന്നത് നമ്മുടെ പൊതു സർവകലാശാലയോട് നിയന്ത്രിക്കാം. പക്ഷേ മറ്റു സ്ഥലത്ത് ചാൻസലറും വൈസ് ചാൻസലറൊക്കെ നിയന്ത്രിക്കാൻ ആർക്ക് പറ്റും? അവർ തീരുമാനിക്കാം. അപ്പോൾ ആ പൊളിറ്റിക്കൽ പ്രശ്നമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. സമയമില്ല, വേഗം 30 സെക്കൻഡ്. അരുൺ വേണു, ഒരു അര മിനിറ്റ്. ഇവിടെ ഈ സ്വകാര്യ സർവകലാശാലകൾ വരുന്നത് വിദ്യാഭ്യാസ ലക്ഷ്യത്തോടെയല്ല, ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ ലക്ഷ്യത്തോടെ അല്ല എന്ന് പറയുന്ന ഒരു എക്സ്പെർട്ട്. നമുക്കറിയാം, ഇവിടെ 65 ലോകരാജ്യങ്ങളിലെ കുട്ടികളെ MG യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത് മികവിന്റെ കേന്ദ്രമായി നമ്മുടെ സർവകലാശാലകൾ മാറിയത് കൊണ്ട് തന്നെയാണ്. പൊതു സർവകലാശാലകളെ അത്തരത്തിലുള്ള മികവ് നിലനിർത്തിക്കൊണ്ട് സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതി കൊടുക്കുന്ന ഒരു സാഹചര്യം വിദ്യാഭ്യാസ ലക്ഷ്യത്തോടെ തന്നെയാണ്. എത്ര അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാലും അത് സാധിക്കില്ല. ആയുള്ളൂ, ബില്ല് വരട്ടെ, എന്തായാലും ഇപ്പോൾ കരട് ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് CPM-ന്റെ ന്യായീകരണം. എന്നാൽ ഈ കരട് ബില്ലിൽ തന്നെ പല കരടുകളും ഉണ്ട് എന്നാണ് ASF-ഉം SFI-യും പറയുന്നത്. മുഴുവൻ ബില്ല് വരട്ടെ, അപ്പോൾ നോക്കാം നമുക്ക് കരടുകൾ നീങ്ങിയോ ഇല്ലയോ എന്ന്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.